ഹലോ, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ക്രിസ്മസൊക്കെ? അടിപൊളിയായിരുന്നല്ലേ? എനിക്ക് അത്രയ്ക്ക് ഭയങ്കര ഹൈപ്പൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഞങ്ങളങ്ങനെ ആഘോഷിച്ചിട്ടൊന്നുമില്ല. സാധാരണ രീതിയിൽ വിൻ്ററിൻ്റെ സമയത്ത് ഭയങ്കര മുടികൊഴിച്ചിലും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലൊക്കെ ഭയങ്കര ഒരു പൊടി പോലെയൊക്കെ വരുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അത് ഇല്ലാണ്ടാക്കാൻ ഞാൻ ചെയ്യണത് നന്നായിട്ട് എണ്ണ തേച്ച് കുളിക്കും. തലയിലും ദേഹത്തും ഒക്കെ എണ്ണ തേച്ച് കുളിക്കും. കുളി കഴിഞ്ഞ് വന്ന് നല്ലോണം മോയ്സ്ചറൈസർ ഇടും കേട്ടോ. പക്ഷേ ഈ ഒരു ജോലിക്ക് പോയി തുടങ്ങിയതിന് ശേഷം നമ്മുടെ സ്കിൻ കെയർ വലിയ കാര്യമായിട്ട് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല മുടി കൊഴിച്ചിലും ഉണ്ട്. സ്കിന്നൊക്കെ ആകെ അലമ്പായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് വിൻ്ററിന് 4 ദിവസമാണ് വെക്കേഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 4 ദിവസം നമ്മുടെ സ്കിന്നിനെ ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഐസായിട്ടിരിക്കുന്ന വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കി എടുത്തിട്ട് മുടിയിലൊക്കെ പരട്ടണുണ്ട്. അപ്പോൾ ഇത് പരട്ടണ സമയത്ത് നന്നായിട്ട് മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 10-20 മിനിറ്റ് വെച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ എൻ്റെ സ്കിന്നിലും അതുപോലെ തന്നെ ബോഡിയിലൊക്കെ ഞാൻ തേക്കുന്നത് ദിനേശവല്യാതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു തൈലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു തൈലം ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയം മുതൽ ഉണ്ണീനെ തേക്കാനായിട്ട് എടുക്കണതാണ്. അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ ഞാനും തേക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് തേക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ദേ അതിങ്ങനെ ചൂടാക്കി എടുക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഐസ് ഇങ്ങനെ വിരലും കൊണ്ട് കുത്തി പൊട്ടിച്ചിട്ട് എടുത്തു. അങ്ങനെ ഫേസിലൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ച് ദേഹത്തൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച്. പക്ഷെ എത്ര എണ്ണ നമ്മൾ ദേഹത്താക്കിയിട്ടും അതൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അത്രയ്ക്ക് ഡ്രൈ ആയിരുന്നു എൻ്റെ സ്കിന്ന് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞൊരു ജോലിയൊക്കെ കഴിഞ്ഞൊരു 10-20 മിനിറ്റ് 1 മണിക്കൂറൊക്കെ നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ കുളിക്കണത്. കുളി കഴിഞ്ഞ് വന്നപ്പോൾ കിട്ടിയിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ എന്താണൊരു സുഖം എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിൻ കെയർ ചെയ്യുകയാണ്. മോയ്സ്ചറൈസർ തീർന്നു കേട്ടോ. അതിൻ്റെ ആത്മാവ് വരെ കുത്തിപ്പിഴിഞ്ഞെടുത്തിട്ടാണ് ഞാൻ എൻ്റെ ഫേസിൽ ഇട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സൺസ്ക്രീനും കൂടിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. സൺസ്ക്രീൻ ഇല്ലാത്തൊരു പണിയില്ലല്ലോ. അപ്പോൾ അതും നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ ഞാൻ നമ്മുടെ ഈ ബുള്ളറ്റ് അങ്ങനെയല്ലേ പറയുന്നത് ആയിട്ടുള്ള ഒരു ലിപ് ബാമൊക്കെയാണ് ഞാൻ വാങ്ങിക്കാറുള്ളത്. പക്ഷെ ഇത്തവണ നമ്മൾ പരസ്യങ്ങളിലൊക്കെ കണ്ടിട്ട് ട്യൂബാണ് വാങ്ങിയ കേട്ടോ. അപ്പോൾ അത് ഒരെണ്ണം വാങ്ങിയാൽ പറ്റില്ല, 2 വാങ്ങിയാലേ കിട്ടുള്ളൂ കൊണ്ട് 2 വാങ്ങിക്കുകയും ചെയ്തു. ഈ സാധനമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണെന്ന് മാത്രമല്ല പശ പോലെ ഒട്ടുന്നുണ്ട്. ഒട്ടൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സ്കിൻ കെയർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട